ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 കല്യാണ വീട്ടിൽ പോകാനുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. മോനില്ലായിരുന്നേ വീട്ടിൽ, അവൻ തലേന്നേ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്, അതുകൊണ്ട് അവനില്ലായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ആദ്യത്തെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ ഇതാ മാമിയും പിള്ളേരും എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. വടകര ഒരു കല്യാണം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു പോകാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയപ്പോൾ അതാ ഇമ്മാതിരി ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിൽപ്പെട്ട് കുറേ സമയം അവിടെ തന്നെ ആയിപ്പോയി. പിന്നെ അതിലിടയ്ക്ക് ഞാൻ ഇവളെ നോക്കുമ്പോൾ ഇവളെ നല്ല അവസ്ഥക്ക് ഉറങ്ങാണ്. ഇവൾ ഏകദേശം വണ്ടിയുമ്പോൾ കയറിയേറെ മുതൽ ഉറങ്ങുന്നുണ്ട്. ഇവളെന്തിനാ വന്നതെന്നും കൂടി എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇതാ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കുമ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ കുടുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലും മുന്നിലും സൈഡിലും ഒക്കെ വണ്ടി തന്നെ ആയിരുന്നു. അങ്ങനെ ബ്ലോക്കെല്ലാം ഒഴിവാക്കി ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തിയപ്പോൾ ഇതാ ബ്രൈഡ് ഇവിടെ വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ മോള് ചേച്ചിനെ കണ്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവർ അതിലിടയ്ക്ക് ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താനും, ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. പിന്നെ അതിലിടയ്ക്ക് മോൻ വന്നിട്ടുണ്ടായിരുന്നു. മോനോട് കുറച്ച് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു. ഓൻ തലേന്നേ ഇവിടെ ഉണ്ട്. മോനോട് വരുന്നോന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞില്ല അമ്മ ഞാൻ കല്യാണമെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. പിന്നെ അതിലിടയ്ക്ക് ഇതാ വല്യച്ഛനും മോളും ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോടും എടുക്കാൻ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ എടുത്തില്ല. കാര്യം പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ബ്രൈഡാണ് ഇത്. ഞാനും ബ്രൈഡും കൂടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത്. പിന്നെ മൊത്തത്തിൽ ഓരോരോ ഫോട്ടോ സെക്ഷൻ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങളിതാ തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോൾ ഇവർ ഞങ്ങളെ റോഡ് വരെ ആക്കി തന്നെ. അങ്ങനെ അവരോട് പോട്ടെ എന്നെല്ലാം ചോദിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തിരിച്ച് പോകുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, വന്ന പോലെ ബ്ലോക്ക് ഉണ്ടാവുമെന്ന്. പക്ഷേ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.